പേരാമ്പ്രയിലെ ആ സംഘർഷം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പേരാമ്പ്രയിൽ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിൽ 7 UDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇംതിയാസ്, ഈ സ്ഫോടക വസ്തു എറിഞ്ഞത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം അത് വലിയ രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട്. UDF പറയുന്നത് CPM ആണ് എന്നാണ്. തിരിച്ചു അതേപോലെ തന്നെ പറയുന്നുണ്ട് CPM-ന്റെ തിരക്കഥയാണ്, പോലീസ് ഇതിന്റെ ഭാഗമാണ് തുടങ്ങിയ വലിയ വാഗ്വാദങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് പോലീസിന്റെ നടപടി പോകുന്നത്. UDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്താണ് ഇതിലൊരു ഉറപ്പ് ഇപ്പോൾ പോലീസ് പറയുന്നത്? പൂജ, പേരാമ്പ്രയിലെ UDF CPM രാഷ്ട്രീയം കുറെ കൂടെ കലുഷിതമാവുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇന്ന് UDF പ്രവർത്തകരായിട്ടുള്ള 7 പേരെയാണ് പേരാമ്പ്ര പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതിൽ 5 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തി എന്നൊരു വിവരം കൂടെ വരുന്നുണ്ട്. എല്ലാം പേരാമ്പ്രയിലെ തന്നെ UDF പ്രവർത്തകരുമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പോലീസ് അതിൽ പറയുന്നത്, പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം, പോലീസിനെ ആക്രമിച്ച സംഭവം എന്നീ 2 കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് അറസ്റ്റ് എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത്. സജീർ ചെറുവണ്ണൂർ, അരുൺ മുയ്യോട്ട്, നസീർ വെള്ളിയൂർ, കൃഷ്ണനുണ്ണി വേള, മുസ്തഫ, മിഥിലാജ്, റഷീദ് എന്നീ UDF പ്രവർത്തകരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അതായത് ഷാഫി പറമ്പിലിന് അടിയേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ലാത്തി കൊണ്ട് അടിയേൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനു പിന്നാലെ പോലീസുകാർ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് സ്ഫോടക വസ്തു എറിയുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതിനു പിന്നാലെ പോലീസ് UDF പ്രവർത്തകരെ പ്രതിയാക്കിക്കൊണ്ട് DCC അധ്യക്ഷനെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇന്ന് ഇപ്പോൾ രാത്രിയിൽ വീട്ടിൽ കയറി തന്നെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് LDF-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിൽ നടക്കുന്നുണ്ട്. EP ജയരാജനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് UDF-നെതിരെയുള്ള ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം UDF-നെതിരെ കുറെ കൂടി ഒരു രാഷ്ട്രീയ ആയുധമാക്കാനായിരിക്കും LDF ഈ രാഷ്ട്രീയ പൊതുയോഗം വിശദീകരണ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതോടുകൂടി UDF പ്രവർത്തകർ, ഒരുപക്ഷെ UDF-ന്റെ നേതാക്കൾ അല്പസമയം കൂടെ കഴിഞ്ഞാൽ ഈ അറസ്റ്റ് ഉണ്ടായതിനെ തുടർന്ന് മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതുന്നത്. ശരി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പേരാമ്പ്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഫോടക വസ്തു എറിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോകുന്നത്. വലിയ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ UDF പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതും. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.